നീ കേട്ട നിന്നയ്ക്ക് അത് തന്നെ ചത്താ മതിയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കൊല്ലണമെന്ന് ചിന്തിച്ച് അങ്ങ് ഭൂമി പിളർന്ന് താണു പോയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച് നീ നിന്ന ആ സമയം, അതിന് കാരണമാകുന്നത് നീ കേട്ട ആ വാക്കുകൾ, നിന്ന ആ വാക്കുകൾ, അപമാന വാക്ക്, പരിഹാസ വാക്കുകൾ, ഒന്നും പറയുവാൻ, തിരിച്ചൊന്നും പറയുവാൻ കഴിയാത്ത സങ്കടത്തോടെ കണ്ണു നിറഞ്ഞു നീ പോന്നില്ലേ? ആ വാക്കുകൾക്ക് ദൈവം നിനക്ക് വേണ്ടി അവരോട് പ്രതികാരം ചെയ്യും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ ആ ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശാക്കായെ അവൻ്റെ യജമാനനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. സഹോദര സഹോദരി, നീ കേട്ട ആ നിന്ന വാക്കുകൾക്ക്, ഹൃദയത്തിൽ മുറിപ്പാട് തീർത്ത ആ നിന്ന വാക്കുകൾക്ക്, നിൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ, എന്തിന് നിൻ്റെ മക്കളുടെ മുമ്പിൽ പോലും നീ നാണം കെട്ട് തലകുനിക്കേണ്ടി വന്ന, കടക്കാരനായി പോയതുകൊണ്ട് നീ നാണം കെട്ട് തലകുനിക്കേണ്ടി വന്ന ആ നിന്ന വാക്കുകൾക്ക് എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. അവരുടെ സഹായത്തിനായി അവരുടെ മുമ്പിൽ ചെന്ന് നീ നിൽക്കേണ്ടി വന്നു. അതേ കേട്ടുകൊണ്ടിരിക്കുന്ന ആ വാക്കുകൾക്ക് സ്വന്തം ഭവനമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അവരുടെ ആശ്രയത്തിൽ എന്ന പോലെ അവർക്ക് ആശ്രിതനായി തീർന്നിരിക്കുന്നു. അവിടെ കേൾക്കുന്ന വാക്കുകൾ, നിന്ന വാക്കുകൾ, നിന്റെ മക്കളുടെ ഹൃദയം മുറിപ്പെടുന്നുണ്ട്. നീ തീരാ കണ്ണുനീരിൽ രാത്രികളെ തള്ളി നീക്കുന്നുണ്ട്. കേൾക്ക്, അതിന് ദൈവം പ്രതികാരം ചെയ്യും. ഓ ഷബാറി തലമാശേഖനെ. അതേ മക്കളെ, ആ ദേശത്ത് ഇനി നിങ്ങളെ നിന്ദിക്കുവാനും പരിഹസിക്കുവാനും കളിയാക്കുവാനും ആരുമില്ല. ആ വിധത്തിലായല്ലേ? കേൾക്ക്, എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. നിൻ്റെ ബലഹീനത തിരിച്ചറിഞ്ഞ്, നിൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് വന്നു ചേർന്ന ഇല്ലായ്മ തിരിച്ചറിഞ്ഞ്, അതേ സഹോദര, ആ ജോലി നഷ്ടപ്പെട്ടതാ, അല്ലേ സഹോദരി, ആ ജോലി നഷ്ടപ്പെട്ടതാ. നിന്ദിക്കപ്പെടുവാനുള്ള കാരണം അവർക്കൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുവാൻ, വളഞ്ഞിട്ട് പരിഹസിച്ച് ആക്രമിക്കുവാൻ ഇടം നൽകിയത് നിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. ദൈവം പ്രതികാരം ചെയ്യും. അപ്പോൾ ഇവിടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷത്തിനൊപ്പം ചിലർക്കെങ്കിലും ഒരു സംശയവും തോന്നുന്നു, പാസ്റ്റർ അത് ദൈവത്തെ നിന്ദിച്ചതിനെ കുറിച്ചല്ലേ പറയുന്നത്? ശരിയാണ്, ഈ വാക്യത്തിൽ പറയുന്നത് ദൈവത്തെ നിന്ദിച്ചതിന് ദൈവം പ്രതികാരം ചെയ്യുമെന്നാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കേട്ട നിന്നയ്ക്കോ ദൈവത്തെ നിന്ദിച്ചു എന്ന് പറയുന്നത് നോക്കൂ. 36-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അതിന് റബ്ശാക്കേ, നിന്റെ യജമാനനോട് നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്, നിങ്ങളോടുകൂടി സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു. നിന്ന കേട്ടത് ആമേൻ, അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ടത് രാജാവാണ്. യഹൂദ രാജാവായ ഹിസ്കിയാവും അവനൊപ്പമുള്ള ജനവുമാണ്. അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകും വിധത്തിൽ നിന്ദിക്കപ്പെടുകയാണ്. താനൊരു രാജാവാണ്. താൻ തകർന്നു പോയാൽ ജനം മുഴുവനും തകർന്നു പോകും, അല്ലേ? നിൻ്റെ കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള പോക്ക് നിന്നിൽ ആശ്രയിച്ച, നിൻ്റെ വരുമാനത്തിനൊരു തടസ്സമുണ്ടായാൽ തീർന്നു. നീ വീണുപോയാൽ തീർന്നു. നീ തലകുനിച്ചാൽ തീർന്നു, അല്ലേ? അതല്ലേ? അപ്പോൾ നീ തന്നെ പെട്ടു പോവുകയാണ്. നീ നിൽക്കുന്നതുകൊണ്ട് അവർ നിൽക്കുന്ന ഈ പ്രശ്നത്തിലും എല്ലാം പൊത്തി വച്ച് ആരെയും ഒന്നും അറിയിക്കാതെ, അല്ലേ സഹോദരി? മക്കളെയും എന്തിന് ഭർത്താവിനെ പോലും അറിയിക്കാതെ റോൾ ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ ചില നിന്ന പരിഹാസത്തിൻ്റെ വാക്കുകൾ പേടിയാണ് നിനക്ക്. എൻ്റെ മക്കളിത് അറിയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരിത് അറിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതുണ്ടാക്കുന്ന, അല്ലേ? ഹിസ്കിയാവ് പറയുക, ഞാൻ ഇപ്പോൾ യുദ്ധമുഖത്താണ്, നിങ്ങളെന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക, പക്ഷേ എൻ്റെ ജനം കേൾക്കെ ഇങ്ങനെ എന്നോട് പറയരുതേ. സ്തോത്രം. അല്ലാത്തൊരവസ്ഥയല്ലേ? മക്കളെ കേൾക്കെ പറയരുതേ, എൻ്റെ ഭർത്താവ് കേൾക്കെ എന്നെ നിന്ദിക്കരുത്, എൻ്റെ ഭാര്യ കേൾക്കെ എന്നെ നിന്ദിക്കരുത്, കാല് പിടിക്കുക. എനിക്കൊരല്പം കൂടെ സാവകാശം താ സഹോദരി.
നീ അവരുടെ കാല് പിടിച്ച സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ മാനിച്ചുയർത്തും. ഷബാറി ധലമാശേഖനെ നിൻ്റെ മക്കൾക്ക് വേണ്ടി മാതാവേ പിതാവേ നിങ്ങൾ കാല് പിടിച്ച സ്ഥാനത്ത് എൻ്റെ ദൈവം നിങ്ങളെ നിന്ദിച്ച് ഉയർത്തുന്ന ദിവസങ്ങൾ ഒരുങ്ങപ്പെടുക. ഷബാറി ധലമാശേഖനെ റാഥാഭാഷേഖനെ ഒരു തൊഴിലില്ലാത്തവനായി ഒരു തൊഴിലിന് വേണ്ടി അവരുടെ കാല് പിടിച്ച സ്ഥാനത്ത്, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അവരുടെ കാല് പിടിച്ച സ്ഥാനത്ത് എൻ്റെ ദൈവം നിന്നെ മാനിച്ചു ഉയർത്തും. ഷബാറാഥാമാശേഖനെ അവിടെ തന്നെ എവിടെ നിന്നാണോ നീ തലകുനിച്ച്, എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ട്, എവിടെയാണോ നീ പരിഹസിക്കപ്പെട്ട് ഒതുക്കപ്പെട്ടു പോയത്, അവിടെ നിന്ന് നിന്ദിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. തീർന്നില്ല. നീ കേട്ട നിന്നയ്ക്ക് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവം. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിന്നോടുള്ള നിന്ന കേട്ടത് ദൈവമാണ്. റാഥാലമാശേഖനെ ഒരിക്കൽ കൂടി അവർ നിന്ദിച്ചത് നിന്നെയാണ്, പക്ഷേ കൊള്ളേണ്ടടുത്ത് അത് കൊണ്ടിട്ടുണ്ട്. റാഭാഷമാശേഖനെ എൻ്റെ ദൈവം മിണ്ടാതിരിക്കത്തില്ല. പ്രിയ ദൈവവേദനയെ പ്രാർത്ഥിക്കുന്ന സഹോദര, പ്രാർത്ഥിക്കുന്ന സഹോദരി, നിന്നയ്ക്ക് പ്രധാന കാരണം മറ്റൊന്നുമല്ല പാസ്റ്റർ, ഈ പ്രാർത്ഥന തന്നെയാണ്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയൊക്കെ ആരാധിച്ചിട്ട്, ഇത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ട്, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ പിന്നാലെ നടത്തിയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചിട്ടാണ് നിന്നയും പരിഹാസവും കുറ്റപ്പെടുത്തലും ഒഴിവാക്കലും എല്ലാം. അത് കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്. ആ നിന്നയ്ക്ക് എൻ്റെ ദൈവം പ്രതികാരം ചെയ്യും. എൻ്റെ ദൈവത്തിൻ്റെ പ്രതികാരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. തുടർന്ന് വായിക്കുമ്പോൾ അശ്ശൂർ രാജാവ് സൈന്യവും ഒരു വാർത്ത കേട്ട് ഓടിപ്പോയി. ആമേൻ. ദൈവം ആ നിന്ന കേട്ടതുകൊണ്ട് ചിലരൊക്കെ ചില വാർത്ത കേട്ട് ഓടിപ്പോകും. നിന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി കൂട്ടം കൂടിയിരിക്കുന്ന ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ ഓടിപ്പോകുവാൻ പോകുക. അതിന് തക്കവണ്ണം ഉറച്ചു നിൽക്കുവാൻ ഹിസ്കിയാവിനെ പോലെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ റെഡിയാണോ? അതെ, പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ആ സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കും. നിന്ദിച്ചവർ പരിഹസിച്ചവർ ഓടിപ്പോയ നിങ്ങൾ തലനിവർത്തപ്പെട്ട് നിൽക്കുന്ന ആ സന്തോഷം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അനുഭവം നിശ്ചയമായും ഉണ്ടാകും. അവിധത്തിൽ തലനിവർത്തി നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അവിധത്തിൽ തലനിവർന്ന് നിൽക്കുവാൻ തന്നെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിനുള്ള സാവകാശമുണ്ട്. കോൺടാക്ട് ചെയ്യുക, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അയ്യോ പാസ്റ്റർ ഇത്ര ദൂരെ എങ്ങനെ, അതൊക്കെ പിന്നീട് ആദ്യം കോൺടാക്ട് ചെയ്യുക. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 8:30 ഇവിടേക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന വചന പരമ്പരയുണ്ട്. നമ്മൾ ഒരുമിച്ചായിരിക്കും. വൈകുന്നേരം 7:30 8:30 ഇവിടേക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ബ്ലെസ്സിംഗ് ആണ്. ജോയിൻ ചെയ്ത് നോക്ക്. ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ സഹോദരിമാരുടെ കൂട്ടായ്മ സഭയിൽ വെച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നാൽ ബ്ലെസ്സിംഗ് ആയിരിക്കും. വെള്ളിയാഴ്ച ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീമുണ്ട്. ജോയിൻ ചെയ്ത് നോക്കുക. സഭ ശ്രദ്ധയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. വൈകുന്നേരം 3 മണിക്ക് അടുത്തൊരു സെക്ഷനുണ്ട്. കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തലകുനിച്ചായിരിക്കുന്നവർ, ഭൂമി വിളർന്ന് താണുപോയെങ്കിലെന്ന് ചിന്തിച്ച് കരയുന്നവർ, യേശുവേ ഇവർക്ക് വേണ്ടി സ്വർഗ്ഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. ഇവർ നിന്ദിക്കപ്പെട്ടയിടത്ത്, ഇവർ പരിഹസിക്കപ്പെട്ടയിടത്ത്, ഇവരുടെ തലകുനിഞ്ഞയിടത്ത് സ്വർഗ്ഗം ഇവരെ അങ്ങ് മാനിച്ചുയർത്തണമേ. അങ്ങയുടെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ സംബന്ധമായി ഇവർ ആയിരിക്കുന്ന എല്ലാ നിരാശകളും എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. സ്വർഗം കനിയണമേ. യേശുവേ അങ്ങ് ഇവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കണമേ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ജോലികൾ നൽകി, സ്ഥിര വരുമാനമുള്ള ജോലികൾ നൽകി മാനിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വാഗ്ദത്തം നിവർത്തി വെളിപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. താങ്ക് യു ലോർഡ്. ശുശ്രൂഷകന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബാധ്യതകളിൽപ്പെട്ട് ഉഴലുന്നവർ കടഭാരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. കടം മുഖാന്തരം നിന്ദിക്കപ്പെട്ടായിരിക്കുന്നവർ അപ്പോൾ അവരെ അങ്ങ് മാനിക്കണമേ. പ്രിയപ്പെട്ടവരുടെ മുൻപിൽ വെച്ച് പോലും കേൾക്കുവാൻ പാടില്ലാത്ത വാക്കുകൾ കേട്ട് മരണമാണ് നല്ലതെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ അങ്ങ് മാന്യതയോടെ പുതപ്പണിയിക്കണമേ. മദ്യപാന മുഖാന്തരം, ലോകപ്രകാരമായ കൂട്ടുകെട്ടുകൾ മുഖാന്തരം തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ആഴമേറിയ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം, ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകി മാനിക്കണമേ. വസ്തുവകൾ നൽകണമേ കർത്താവേ.
സ്തോത്രം കർത്താവ്. രോഗികൾ സൗഖ്യമാകട്ടെ. നിന്ദയ്ക്ക് കാരണമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. തകർച്ചകൾ പണിയപ്പെടട്ടെ. മക്കളില്ലാതെ നിന്ദിക്കപ്പെട്ടായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നൽകണമേ. വിവാഹം നടക്കാത്തത് മുഖാന്തരം നിന്ന കേട്ട് മടുത്തവർ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. സ്വർഗ്ഗം കൂടിയിരിക്കും. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നാളെ പോലും ഇതേപോലെ വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.